ഇത് മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന കിണ്ടിയാണ്. ഏതെങ്കിലും ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കിണ്ടിയാണ് അത്ര ഇത്. ആ കൊല്ലിലും വളരെ നിഷ്ഠുരമായ രീതിയിൽ കൊല്ലുക. ആ ആളുടെ മലമൂത്ര വിസർജനം ബ്ലോക്ക് ചെയ്തിട്ടാണ് അത്ര അയാളുടെ മരണം ഉണ്ടാവുക. അതുപോലെ എനിക്ക് കിട്ടിയിട്ടുള്ള അപൂർവ സാധനങ്ങളിൽ ഒന്ന് ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചുള്ള ഒരു പീരങ്കിയാണ്. അപ്പോൾ ഇരുമ്പിന്റെ പീരങ്കി ഒരു അപൂർവ സാധനമാണ്. എൻ്റെ കയ്യിലുള്ള ഇരുമ്പിന്റെ പീരങ്കി കണ്ട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ചില ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് നേരിട്ട് കാണുന്നത് ഇപ്പോഴാണെന്ന് പറഞ്ഞു. ഇപ്പോൾ വേണമെങ്കിൽ ഒരു 250 കൊല്ലം ഉണ്ടാവും. എൻ്റെ കളക്ഷനിലെ ഒരു പ്രധാന ഐറ്റം പഴയ ക്ലോക്കുകളാണ്. അത് വൈൻഡ് ചെയ്യുന്ന ക്ലോക്കുകൾ, മെക്കാനിക്കൽ ക്ലോക്ക് എന്ന് പറയും, വൈൻഡ് ചെയ്യുന്ന ക്ലോക്കുകൾ. പഴയ ക്ലോക്കുകളിൽ ഇതൊരു അപൂർവ ക്ലോക്കാണ്. ഈ ക്ലോക്കിൽ കലണ്ടർ ഉണ്ട്. അപ്പോൾ ഡേറ്റ് അറിയാൻ പറ്റും അതിൽ. അത് വൈൻഡ് ചെയ്യുന്ന ക്ലോക്കുകളിൽ ഇങ്ങനെ ഡേറ്റ് കാണിക്കുന്ന ക്ലോക്കുകൾ എക്സ്ട്രീംലി റയറാണ്. അതൊരു ചീനഭരണിയാണ്. അത് പഴയ ഭരണിയൊക്കെ ചീനഭരണി എന്ന് പറയാം. പണ്ട് ചീനന്ന് ഇതൊക്കെ വന്നിട്ടുണ്ട്. ഡ്രാഗന്റെ ചിത്രം എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അമൂല്യമായിട്ട് പറയാവുന്നത് ഗാന്ധിജി വെടികൊണ്ട് വീണെടുത്ത് ഗാന്ധി രക്തം പുരണ്ട കുറച്ച് മണ്ണ്, അങ്ങനെ ഉള്ള ഐറ്റംസാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ജീവിതത്തിൻ്റെ ഈ അവസാന കാലം വരെ എനിക്ക് ഈ പുരാവസ്തുക്കൾ ശേഖരിക്കൽ ഒരു വിനോദമായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ കളക്ട് ചെയ്ത സാധനങ്ങളൊക്കെ കയ്യിലുള്ളത് കൊണ്ടാണ് ഇത്തിരി സാധനങ്ങൾ എൻ്റെ കൈവശം വന്നത്. വിദൂരതയിൽ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു സ്വന്തമായിട്ടൊരു മ്യൂസിയം വേണമെന്നുള്ളത്. പക്ഷെ പ്രതീക്ഷിച്ച പോലെ ഒന്നും നടന്നില്ല. എല്ലാവരും കൂടി തികഞ്ഞ പരാജയമായി. പ്രതീക്ഷിച്ച പൈസ കിട്ടിയില്ല എന്ന് മാത്രമല്ല ഈ സാധനം കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ജീവിതത്തിൽ പല തിരിച്ചടികളും പറ്റിയിട്ടുള്ള കൂട്ടത്തിൽ ഇതൊരു തിരിച്ചടിയായിട്ട് കണക്കാക്കി ഞാൻ അങ്ങനെ അത് മറന്നു.